നമസ്കാരം. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നോക്കാൻ പോകുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആ ഒരു വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് എന്താണെന്നാണ്. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ടൈംലെസ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ യൂണിവേഴ്സ് എപ്പോഴാണോ എത്തിക്കുന്നത് ഒരു സമയം മുതൽ ഇതിൽ നിങ്ങൾക്ക് വാലിഡ് ആകുന്നതായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. ജനറൽസ് ആയതുകൊണ്ട് തന്നെ കുട്ടികളൊഴിച്ച് ആർക്ക് വേണമെങ്കിലും വീഡിയോ കാണാം. ജനറൽ ആയതുകൊണ്ട് തന്നെ ഒരുപാട് വ്യക്തികളുടെ എനർജി ഉള്ളൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് മാച്ച് ആകുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, നിങ്ങൾക്ക് മാച്ച് ആകാത്ത കാര്യങ്ങളെല്ലാം വിട്ട് കളയുക. പോസിറ്റീവിനെ മാത്രം ലൈഫിലേക്ക് അട്രാക്ട് ചെയ്തെടുക്കുക, നെഗറ്റീവിനെ എല്ലാം വിട്ട് കളയുക. എല്ലാവരും നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രം ഒന്ന് വീഡിയോ കാണാൻ ശ്രമിക്കുക. ഞാൻ എന്തായാലും കാർഡ് എടുക്കാൻ പോവാണ്. നമുക്ക് കാർഡിലേക്ക് പോകാം കേട്ടോ. ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് 9 ഓഫ് വാൻസ് ആണ് കേട്ടോ. ബോട്ടം ഓഫ് ദ ഡെക്ക് കിട്ടിയിരിക്കുന്നത് 4 ഓഫ് പെൻഡാക്കിൾസ് ആണ്. ഈ 9 ഓഫ് വാൻസും ഈ 4 ഓഫ് പെൻഡാക്കിൾസും കാണുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തികൾ ക്ലിയർ ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. നിങ്ങൾ ഒരു രീതിയിലും ഈ ഒരു വ്യക്തിനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഈ ഒരു വ്യക്തിനെ നിങ്ങൾ ഒരു രീതിയിലും മൈൻഡ് ചെയ്യുന്നില്ല. എന്തൊക്കെയോ പ്രഹസനങ്ങൾ നിങ്ങളുടെ വ്യക്തി കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളൊന്നും മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളെ അവരുടെ വശത്തേക്ക് അടുപ്പിക്കാനായിട്ട് പല രീതിയിലുള്ള കുതന്ത്രങ്ങളും മെനഞ്ഞ് ഓരോന്നൊക്കെ കാണിച്ചു കൂട്ടുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഒരു രീതിയിലും ഇനിയിപ്പോൾ ഒന്നും കാണിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾ ഈ ഒരു വ്യക്തിനെ മൈൻഡ് ചെയ്യുന്നില്ല എന്നാണ് അവരുടെ ഏക പ്രശ്നം. എന്തുകൊണ്ടാണ് നിങ്ങൾ മൈൻഡ് ചെയ്യാത്തത്? നിങ്ങളുടെ ലൈഫിൽ ഇനി അവരുടെ സ്ഥാനം മറ്റാരെങ്കിലും പിടിച്ചു പറ്റിയോ? നിങ്ങൾ അവർക്ക് കൊടുത്ത സ്ഥാനം നിങ്ങൾ മറ്റാർക്കെങ്കിലും കൊടുത്തോ? അവർ ചിന്തിക്കുന്ന രീതി നിങ്ങളൊന്ന് ചിന്തിച്ചോണം. ലൈഫിൽ ഒരു വ്യക്തി വന്നാൽ മാത്രമേ നമ്മളിങ്ങനെ ആവത്തുള്ളൂ എന്ന് ചിന്തിക്കുന്നത് അവരുടെ ഏറ്റവും വലിയ പൊട്ടബുദ്ധിയാണ് കേട്ടോ. നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. അപ്പോൾ അതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അവർ നിങ്ങൾക്ക് തരുന്ന ആ ഒരു വാല്യൂ എന്താണെന്നുള്ളത്. ഒരു വ്യക്തി വന്നാൽ മാത്രമേ ഉള്ളൂ നമ്മൾ ഓക്കെ ആകത്തുള്ളൂ. നമുക്ക് സ്വയം ഓക്കെ ആകാൻ പറ്റത്തില്ല. ഒരു വ്യക്തി വന്നാൽ മാത്രമേ ഉള്ളൂ നമ്മൾ ഒരാളെ മൈൻഡ് ചെയ്യാതിരിക്കത്തുള്ളൂ. ഇപ്പോഴും ഇങ്ങനെ ചിന്തിക്കുന്ന വ്യക്തികൾ അവർ ചെയ്ത തെറ്റിൻ്റെ ആഴം മനസ്സിലാക്കാത്തത് കൊണ്ടാണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത്. നിങ്ങൾക്കിത് മനസ്സിലാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാകും. കാരണം ഈ ഒരു വ്യക്തി നിങ്ങളിപ്പോൾ അവരെ മനസ്സിലാക്കുന്നില്ല, നിങ്ങൾ ഇവരെ മൈൻഡ് ചെയ്യുന്നില്ല, നിങ്ങൾ ഒരു രീതിയിലും ഇവരെ വാച്ച് ചെയ്യുന്നില്ല. ഇവരെന്താണ് വിചാരിക്കുന്നത്? ഓ, മറ്റൊരു വ്യക്തി വന്നു അതുകൊണ്ടാണ്, അല്ലാണ്ട് ഞാൻ അവളോട് അങ്ങനെ ചെയ്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ അവനോട് അങ്ങനെ കാണിച്ചത് കൊണ്ടാണ്, അത് അവൻ ഒത്തിരി പെയിൻ ആയിട്ടുണ്ട്, അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത് മാറി നിൽക്കുന്നത്. അല്ലെങ്കിൽ തെറ്റുകാരൻ അല്ലെ തെറ്റുകാരി ഞാനാണ് എന്ന് മനസ്സിലാക്കുന്നതിന് പകരം നിങ്ങളെ മറ്റൊരു വ്യക്തിയുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം, അതിനകത്ത് യാതൊരു അടിസ്ഥാനവുമില്ല കേട്ടോ. ഇങ്ങനെ ചിന്തിക്കുന്ന വ്യക്തികളുടെ ലൈഫിലേക്ക് പോകാണ്ടിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഞാൻ എൻ്റെ ഒരു തീരുമാനം പറഞ്ഞതാണ്. നമ്മൾക്ക് വന്നിരിക്കുന്ന മാറ്റം മറ്റൊരു വ്യക്തി വന്നതുകൊണ്ടാണെന്ന് ചിന്തിക്കുന്നിടത്തോട്ട് പോകേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. കാരണം അവിടെ നമ്മുടെ വില പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മളെ അവരങ്ങനെയാണ്, ആ ഒരു വിലയാണ് നമുക്ക് തന്നിരിക്കുന്നത്. മനസ്സിലായോ? അല്ലാണ്ട് നമുക്ക് സ്വന്തമായിട്ട് നമുക്കിങ്ങനെ ആകാൻ പറ്റും എന്ന് ചിന്തിക്കാൻ പറ്റില്ല അവരെ കൊണ്ട്. അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. മനസ്സിലായോ? ഫസ്റ്റിലത്തെ കാർഡ് തന്നെ അവർക്കൊരു ധൈര്യമില്ല നിങ്ങളുടെ അടുത്തോട്ട് വരാനും ഇതൊക്കെ ചോദിക്കാനും. അതുപോലെ തന്നെ റിലേഷൻഷിപ്പിലേക്ക് വരണം എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ വേറൊരു കാര്യം മനസ്സിലാകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്കൊരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതും നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നു. കാരണം ഇവർക്ക് നിങ്ങളുടെ മനസ്സിലുള്ളത് എന്താണെന്ന് ഇവർക്കറിയില്ല. എന്ത് തീരുമാനമാണ് എടുക്കേണ്ടതെന്ന് ഇവർക്കറിയില്ല. ഇപ്പം നിങ്ങളോട് ഓവർ പൊസസീവ്നെസ്സും ജലസിയൊക്കെയാണ്. കാരണം എന്താണ്? ചിലപ്പോൾ ഇപ്പം ഇവർക്ക് ഓൾറെഡി ഇവരെ കഴിഞ്ഞും കൂടുതലൊരു സ്ഥാനം ഇനിയിപ്പോൾ നിങ്ങളുടെ അതായത് സെയിം ജെൻഡറിലുള്ളവർക്ക് പോലും കൊടുക്കുന്നത് ഇവർക്ക് ഇഷ്ടമല്ലായിരിക്കാം. നിങ്ങളിപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനോട് മിണ്ടുന്നതും നിങ്ങൾ കൂടുതൽ അവർക്ക് ടൈം കൊടുക്കുന്നതും ഒന്നും ഇവർക്ക് ഇഷ്ടമില്ല. ഓൾറെഡി ഇവർക്ക് ഇങ്ങനെ ഒരു സ്വഭാവം ഉള്ളതായിരിക്കാം. അപ്പം നിങ്ങൾക്ക് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാകും ഇങ്ങനെയുള്ളൊരു വ്യക്തിക്ക് നിങ്ങളിപ്പോൾ ഇങ്ങനെയും കൂടെ നിൽക്കുമ്പോൾ ഈ വ്യക്തി ചിന്തിച്ചെടുക്കുന്നത് എന്താണ്? പൊസസീവ്നെസ് ആണ് ഭയങ്കര. കാരണം നിങ്ങൾ ഓൾറെഡി ഇവരെ മൈൻഡ് ചെയ്യാണ്ട് മറ്റുള്ളിടത്തൊക്കെ നിങ്ങൾ ഭയങ്കരമായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കാതെ പോലും കൊടുത്തു എന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കാം. എനിക്കറിയില്ല. ഇങ്ങനെയാണ് നിങ്ങളുടെ വ്യക്തി ചിന്തിച്ചെടുക്കുന്നത് കേട്ടോ. ഓവറായിട്ടുള്ള പൊസസീവ്നെസ് ആണ് ഈ ഒരു വ്യക്തിക്ക്. പല നെഗറ്റീവ്സിലൂടെയും കടന്നു പോവുകയാണ്. പല നെഗറ്റീവ് ചിന്തകളാണ് ഈ ഒരു വ്യക്തിക്കുള്ളത് കേട്ടോ. അതുപോലെ ഇവർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 9 ഓഫ് സോർട്സിൻ്റെ എനർജിയും കൂടെ വന്നിട്ടുണ്ട്. കാരണം ഇവർക്ക് രാത്രിയൊന്നും ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. കാരണം ഇവരുടെ സമതല തെറ്റിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇവരെ വട്ട് പിടിപ്പിക്കുന്നു. കാരണം ഇവർക്ക് സത്യം പറഞ്ഞാൽ ഇവർക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതികൾ, നിങ്ങളുടെ മൈൻഡ് എന്താണെന്ന് അറിയത്തില്ല, എന്ത് ചെയ്യണം, നിങ്ങളെ എന്നാൽ ഇവർക്ക് ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല. ഭയങ്കരമായിട്ടൊരു സംശയ കണ്ണോടുകൂടി നിങ്ങളെ നോക്കുന്നു. രാത്രി ഒന്ന് ഉറങ്ങാൻ കടന്നു കഴിഞ്ഞാലും നിങ്ങളെക്കുറിച്ചിട്ടുള്ള ഓവറായിട്ടുള്ള നെഗറ്റീവ് ചിന്തകൾ, നിങ്ങൾ ഇനി മറ്റാരുടെയെങ്കിലും ആകുമോ, നിങ്ങളെ നഷ്ടപ്പെടുമോ, ഡിപ്രഷനും എനിക്കറിയില്ല, ആൻസൈറ്റി
അങ്ങനെ ഭയങ്കരമായിട്ട് കുഴപ്പം പിടിച്ച ഒരു നെഗറ്റീവ് സിറ്റുവേഷനിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയെന്ന് ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് സിറ്റുവേഷനാണെന്ന് കാണുന്നുണ്ട്. കുറച്ച് പേരുടെയെങ്കിലും വ്യക്തികൾക്ക് 8 ഓഫ് സോർട്സിൻ്റെ എനർജിയാണ്. കാരണം ട്രാപ്പഡായിട്ട് നിൽക്കുന്നു. ചിലപ്പോൾ ഇവരെ ആരെങ്കിലും അവരുടേതായിട്ടുള്ള ഒരു ചരടിൽ, അവരുടേതായിട്ടുള്ള ഒരു വലയത്തിൽ, മായാവലയത്തിൽ കുടുക്കിയിട്ടിട്ടുണ്ടായിരിക്കാം. എന്താ പറയുന്നത്, അവരുടേതായിട്ടുള്ള ഒരു ട്രാപ്പിൽ ഇവരെ ട്രാപ്പാക്കി വെച്ചിരിക്കുന്നു എന്ന് കാണുന്നു. അതല്ലാന്നുണ്ടെങ്കിൽ ഇവർക്ക് നെഗറ്റീവ് ചിന്തകൾ ഓൾറെഡി ഉണ്ടായിരിക്കാം. നെഗറ്റീവ് ചിന്തകളാൽ ഇവരെ തന്നെ സ്വയം കെട്ടിപ്പൂട്ടി ഇട്ടിരിക്കുകയായിരിക്കാം. എന്താണെന്നറിയില്ല, ഇവരാകെ നെഗറ്റീവ് ആണെന്നുള്ളത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ഇത് കണ്ടില്ല, കണ്ണ് കെട്ടിയിട്ടിരിക്കുന്നു, കൈ കെട്ടിയിട്ടിരിക്കുന്നു, കാല് കെട്ടിയിട്ടില്ല. പക്ഷെ കാല് എവിടെയാണ്? ഒരെണ്ണം വെള്ളത്തിലും ഒരെണ്ണം പുറത്തുമാണ്, അല്ലേ, കരയിലുമാണ്. അപ്പോൾ ഇവർക്ക് സ്വയം മുന്നോട്ട് നടന്ന് നീങ്ങാം. പക്ഷെ ഇവരായിട്ട് സ്വന്തം ചതിക്കുഴി, അല്ലെങ്കിൽ ഇവരായിട്ടൊരു കുഴിയിലേക്ക് ചെന്ന് സ്വയം ചാടുവാണെന്നുള്ളത് ഇവിടെ കാണുന്നത് കേട്ടോ. അതുപോലെ 2 ഓഫ് പെൻറ്റാക്കിൾ മറ്റൊരു സിറ്റുവേഷനും കൂടി ചിലർക്കൊക്കെ ഉണ്ടെന്ന് ഇവിടെ കാണാൻ സാധിക്കുന്നു. ചിലപ്പോൾ ഈ നെഗറ്റീവ് സിറ്റുവേഷൻ, ഈ ട്രാപ്ഡ് സിറ്റുവേഷൻ മറ്റൊരു സിറ്റുവേഷനിലുള്ള ഒരു വ്യക്തിയായിരിക്കാം ഇവരിങ്ങനെ ആക്കിയിട്ടിരിക്കുന്നത്. മനസ്സിലായോ? ഇവർക്ക് നിങ്ങളെപ്പോലെ തന്നെ വേറൊരു സിറ്റുവേഷൻ കൂടി ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ആകെ മൊത്തം ഇവർക്ക് ബാലൻസ് ഇല്ല, ഇംബാലൻസ് ആണ്. ബാലൻസിങ്ങിലേക്ക് വരണം എന്ന് ചിന്തിക്കുമ്പോഴും ഇവർക്കൊരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല. ഇവരെ മറ്റു പല ചിന്തകൾ ഇവരെ വന്നിട്ട് വല്ലാണ്ട് ഇവരെ ഇട്ട് അലട്ടുന്നതായിട്ട് കാണുന്നു. നെഗറ്റീവ് കാർഡുകളാണ് കൂടുതലും വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ മൂൺ കാർഡ് വന്നിട്ടുണ്ട്. ഈ കറണ്ട് സിറ്റുവേഷൻ നോക്കുമ്പോൾ ഒരു തേർഡ് പാർട്ടി ഇടപെടൽ വളരെ ശക്തമായിട്ടുണ്ട്. ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നു. തേർഡ് പാർട്ടി വന്നിട്ട് നിങ്ങളുടെ വ്യക്തിനെ റീസെൻ്റ് ആയിട്ട് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിങ്ങളെക്കുറിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ പറഞ്ഞ് പരത്തിയിട്ടുണ്ടായിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു തേർഡ് പാർട്ടി മൂലം സിറ്റുവേഷൻ വളരെ മോശമായിട്ടിരിക്കുന്നുണ്ടായിരിക്കാം. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിക്ക് ഒരു ഇല്യൂഷൻ പീരീഡാണ്. അതുപോലെ തന്നെ ഒരുപാട് നെഗറ്റീവ് സ്വപ്നങ്ങൾ ഈ വ്യക്തി കാണുന്നു. അതുപോലെ തന്നെ ഇവർക്ക് ഭയങ്കര ഭയമാണ്, മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല, അൺസൈറ്റി ഒക്കെ ആണെന്നുള്ളത് കാണുന്നു. ആരെയും ഇവർക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ഈ ടൈമിൽ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അതുപോലെ ഏസ് ഓഫ് സോർട്സിൻ്റെ ഒരു കാർഡ് പറയുന്നത് ഉറച്ച ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല നിങ്ങളുടെ വ്യക്തിക്ക്. കാരണം എന്താ, മൂണിൻ്റെ തൊട്ട് താഴെ ഏസ് ഓഫ് സോർട്സ് ആണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇവർ ഉറച്ചതൊരു തീരുമാനത്തോടു കൂടി തന്നെ വരും. ഈ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെറും താൽക്കാലികം മാത്രമാണെന്നാണ് കാണുന്നത്. കാരണം ഇവർ നിങ്ങളുടെ അടുത്തോട്ട് തന്നെ വരും. ഏസ് ഓഫ് സോർട്സ് ഒരു ന്യൂ ബിഗിനിങ്ങിനെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ്, പുതിയൊരു തുടക്കം. പക്ഷേ ഈ ഒരു വ്യക്തി വരുമ്പോൾ, നിങ്ങളുടെ വ്യക്തി വരുമ്പോൾ ട്രസ്റ്റ് ഇഷ്യൂസിൻ്റെ പേരിൽ, എന്തെങ്കിലും തെറ്റിദ്ധാരണയുടെ പേരിൽ റിലേഷൻഷിപ്പ് കട്ടായി പോയതാണെങ്കിൽ വ്യക്തി വരുമ്പോൾ ചോദ്യം ചെയ്തേക്കാം. കറക്റ്റായിട്ടുള്ള മറുപടി കൊടുക്കുക. അങ്ങോട്ടൊരു ഫൈറ്റിങ്ങിന് പോയാൽ വീണ്ടും തീർച്ചയായിട്ടും ഈ റിലേഷൻ പിന്നെ പൂർണ്ണമായിട്ടും കട്ടാകുന്ന ഒരു എനർജി എനിക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു എനർജി വൈബ്രേഷൻ എനിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. കുറച്ച് കാർഡും കൂടി നമുക്ക് നോക്കാവേ. കിങ് ഓഫ് കപ്സിൻ്റെ ഒരു കാർഡ് ഫസ്റ്റിലേ വന്നിട്ടുണ്ട്. ബോട്ടം ഓഫ് ദ ഡെക്ക് കിട്ടിയിരിക്കുന്നത് നൈറ്റ് ഓഫ് വാൺസ് ആണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് രണ്ടുപേരും ഈക്വലായിട്ട് ഈ ഒരു ടൈമിൽ പ്രണയിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിയോട് നിങ്ങൾക്ക് അമിതമായിട്ടൊരു ഇഷ്ടം തോന്നുന്നുണ്ടെങ്കിൽ അതേ സ്ഥാനത്ത് ആ വ്യക്തി നിങ്ങളെയും പ്രണയിക്കുന്നതായിട്ട് കാണുന്നു. എനിക്ക് തോന്നുന്നു ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തി ഇത്രയും സ്നേഹമുണ്ടെങ്കിലും അവരുടേതായിട്ടുള്ള കാര്യങ്ങളിൽ ഫോക്കസ്, നല്ലൊരു പ്രണയമാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും, നിങ്ങൾക്കിപ്പം ഒരുപാട് സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പോയി. ഇതിനോടകം നിങ്ങൾ അനുഭവിക്കാനൊന്നുമില്ല ഈ ഒരു റിലേഷൻ കൊണ്ട്. പക്ഷേ ഈ ഒരു ടൈമിൽ നല്ല ഒരു കാര്യങ്ങളൊക്കെയാണ് എനിക്കിവിടെ കിട്ടുന്നത്. കാരണം അവരുടേതായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഫോക്കസ് ചെയ്ത് നിൽക്കുന്നു. എന്നാലും അവർ ആ ഒരു റിലേഷൻഷിപ്പ് മുറുകെ പിടിച്ചിരിക്കുന്നു. നിങ്ങൾ തിരികെ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ സ്വീകരിക്കാൻ തന്നെയാണ് ഈ ഒരു വ്യക്തിയുടെ താല്പര്യം. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വ്യക്തിയിലേക്ക് ചെല്ലും അതായത് നിങ്ങളെ ഇവർ നോക്കി നിൽക്കുന്നു, നിങ്ങൾ അവരെ നോക്കി നിൽക്കുന്നു. എനിക്കിതാണ് മനസ്സിലാകുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഒരു ടൈമിൽ നിങ്ങൾക്കാണ് അവരോട് ഓവർ ലവ് കേട്ടോ. കാരണം നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് എനർജി ഉണ്ട്. അവരോടൊരു പ്രത്യേക തരത്തിലുള്ള റൊമാൻസ് ഫീലിങ്സ് ഒക്കെയാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. പക്ഷെ നിങ്ങൾക്ക് എന്തോ ഒരു കാര്യത്തിൽ ഭയവും ഉള്ളതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ അവരിലേക്ക് ചെല്ലുന്നു, അവർ നിങ്ങളിലേക്ക് വരുന്നു. ഇവർ നിങ്ങളെ സത്യം പറഞ്ഞ വെയിറ്റിങ്ങിലാണ്. ഇവർക്കറിയാം നിങ്ങൾ ചെല്ലും എന്നുള്ളത്. കാരണം അത്രയും ഡീപ്പായിട്ടൊരു ജെനുവിൻ ആയിട്ടൊരു കണക്ഷനാണ്, വളരെ പ്രാക്ടിക്കലായിട്ടുള്ളൊരു കണക്ഷനാണ്. അത് മാത്രമല്ല ഈ ഒരു വ്യക്തി ഈ വ്യക്തിയുടെ എല്ലാ ഫീലിങ്സിനെയും കൺട്രോൾ ചെയ്ത് വെക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇവരെ കഴിഞ്ഞും കുറച്ചും കൂടുതൽ നിങ്ങൾക്കാണ് അങ്ങോട്ട് എനർജി എന്ന് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആരുടെ എനർജി ആണെന്നൊന്നും എനിക്കറിയത്തില്ല. ചിലപ്പോൾ അതൊരു വ്യക്തിക്ക് മാത്രമേ റെസിനേറ്റ് ആവത്തുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുന്നത്, 7 ഓഫ് കപ്സിൻ്റെ ഒരു കാർഡ് വന്നിട്ടുണ്ട്. കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു ടൈമിൽ നിങ്ങളുടെ വ്യക്തി ഒരുപാട് റിലേഷൻഷിപ്പിലേക്ക് പോയ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയൊരു വ്യക്തി ആയിരിക്കാം. പക്ഷേ ആ ഒരു വ്യക്തി ഒരുപാട് റിലേഷൻഷിപ്പ് ഈ വ്യക്തിക്ക് ഓൾറെഡി ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ബന്ധങ്ങൾ ഈ ഒരു വ്യക്തി വെച്ചിട്ടുമുണ്ട്. പക്ഷേ
ഈ ഒരു വ്യക്തിക്ക് ഒത്തിരി റിലേഷൻ ഉണ്ടെങ്കിലും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടെങ്കിലും നിങ്ങളെപ്പോലെ ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ ആരും വന്നിട്ടില്ല എന്നുള്ളത് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം ഏസ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. തൊട്ട് താഴെ വന്നിരിക്കുന്നത് ഏസ് ഓഫ് കപ്സ് ആണ്. കാരണം എന്താണ്, ഇമോഷണലി അല്ലെങ്കിൽ ഇവരുടെ മെൻ്റലി ഇവരുടെ ലൈഫിൽ കംപ്ലീറ്റ് ഇവരെ ആക്കി മാറ്റിയിരിക്കുന്നത് നിങ്ങൾ മാത്രമാണ്. ഇവർക്കൊരു കംഫർട്ട് സോൺ കിട്ടിയിരിക്കുന്നത് നിങ്ങളുടെ അടുത്തു നിന്നാണ്. ഇവരുടെ എല്ലാ തരത്തിലുള്ള, അതായത് ഇവർ കംപ്ലീറ്റ് നിങ്ങളുടെ അടുത്താണ് ഒരു ഇതായിട്ട് നിൽക്കുന്നത്. ഇവർ ഒരുപാട് റിലേഷൻഷിപ്പിലേക്ക് പോയിട്ടുണ്ട്. ഓൾറെഡി ഇവരുടെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെയും നിങ്ങളിലുള്ള ഒരു സാറ്റിസ്ഫാക്ഷനിലും ഒരു വ്യക്തിയിലും ഇവർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളത് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങൾ പ്രഷ്യസ് ആണ്. എത്രയൊക്കെ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലും നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി ഇവർക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അത്രയും ഡിവൈൻ കൊണ്ട് കൊടുത്തതാണ് എന്നൊരു എനർജി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ഒക്കെ വേണമെങ്കിൽ നമ്പർ ഇവിടെ കൊടുത്തേക്കാം. അതുപോലെ റിമൂവലുകൾ, തേർഡ് പാർട്ടി, ബ്ലാക്ക് മാജിക്, നെഗറ്റീവ് റിമൂവലുകൾ നിങ്ങളുടെ ലൈഫിലുള്ള, അതായത് ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ വ്യക്തിനെ സ്പെല്ല് ചെയ്ത് വശീകരിച്ചൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കെട്ട് പൊട്ടിച്ച് ആ വ്യക്തിനെ കൊണ്ടുവരാൻ സഹായിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഒന്ന് കോൾ ചെയ്യണം, നിങ്ങളെ വീണ്ടും നിങ്ങളിലേക്ക് വരണം. അല്ല ഏതെങ്കിലും മാരേജ് ഒക്കെ ഫിക്സ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ, തടസ്സപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പ്രശ്നം പരിഹരിക്കുന്നതാണ്. നിങ്ങൾക്ക് നേരിൽ വന്ന് കാണാവുന്ന സംവിധാനമുണ്ട്, നേരിൽ വരാം. ഇതൊന്നും നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് എല്ലാ കാര്യങ്ങളും ചോദിക്കാവുന്നതാണ്. നെഗറ്റീവ് റിമൂവലുകൾ, മറ്റേത് പ്രശ്നവും ആയിക്കോട്ടെ. പിന്നെ നമ്മളൊരു ധാര ഹീലിംഗ് പ്രോസസ്സിങ്ങിൻ്റെ കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത മാസത്തേക്കിനാണ്. അടുത്ത മാസത്തിൽ ആ ഒരു 3 വീക്ക്, ഫസ്റ്റ് 3 വീക്ക് നമുക്ക് ഓൾറെഡി ബുക്കിംഗ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ബുക്കിംഗ് ആണ്, നേരത്തെ ബുക്ക് ചെയ്തിട്ടാൽ മതി. കാരണം നമ്മൾക്ക് റീഡിങ്ങും എല്ലാം ഉള്ളത് ഒരുപാട് പേരിങ്ങനെ വന്ന് ചോദിക്കുന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത് വാട്സപ്പിൽ. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ബുക്ക് ചെയ്തിടണം കേട്ടോ. ഇത് കൂടാണ്ട് 3 മണിക്കൂറാണ് അതിൻ്റെ പ്രോസസ്സിങ് വരുന്നത്. നിങ്ങളിലെ ടെൻഷൻ, ഭയം, ഭയവും പേടിയൊക്കെ ഒന്നാണ്. നിങ്ങളിലെ ടെൻഷൻ, ട്രോമാസ്, ഡിപ്രഷൻ, ആൻസൈറ്റി, ഇങ്ങനെ നിങ്ങളെ ഒരു പുതിയ മനുഷ്യനാക്കി നിങ്ങളെ ഹീലിംഗ് ചെയ്ത് പുതിയൊരു വ്യക്തിയാക്കിയാണ് നിങ്ങളെ ഇവിടുന്ന് വിടുന്നത്. അത് 100% ഗ്യാരണ്ടി തരാം. അപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഒരു ഹീലിംഗ് പ്രോസസ്സിംഗ് ആണ്, ധാര ഹീലിംഗ് ആണ് കേട്ടോ. പലതരത്തിലുള്ള ധാരയാണ് ചെയ്യുന്നത്. 3 മണിക്കൂറാണ് ടൈം എടുക്കുന്നത്. നിങ്ങൾക്ക് നേരിൽ വന്ന് കാണാനുള്ള സംവിധാനങ്ങളും ഉണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പം നമുക്ക് പിന്നെ കിട്ടിയിരിക്കുന്നത് 5 ഓഫ് വാൺസിൻ്റെ ഒരു കാർഡാണ്. ഇവിടെ വന്നിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഫ്ലിക്റ്റ് എനർജി. നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ ഇപ്പം പലതരത്തിലുള്ള കോൺഫ്ലിക്റ്റുകൾ നടക്കുന്നു. എനിക്ക് തോന്നുന്നു ഇവരുടെ ലൈഫിലുള്ള വ്യക്തിയുമായിട്ടായിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ ഫാമിലി ബേസ് ചെയ്ത് എന്തൊക്കെയോ പ്രശ്നങ്ങൾ, ഇവരെവിടെ ചെന്നാലും അവരൊക്കെ ഇവരുമായിട്ട് ശണ്ട പിടിച്ച് വൈരാഗ്യപ്പെട്ട് ദേഷ്യപ്പെട്ട് ഇവരെ ഒറ്റപ്പെടുത്തി നിർത്തുന്നതായിട്ട് എനിക്ക് ഇതൊരു കോൺഫ്ലിക്റ്റ് കാർഡാണ് ഓൾറെഡി. അതുപോലെ തന്നെ എനിക്ക് മനസ്സിലാകുന്നത് ഇവർ ഒറ്റപ്പെട്ടു പോകുന്നു പല സ്ഥലങ്ങളിലും. കാരണം ഇവരോട് എല്ലാവരും ഫൈറ്റ് ചെയ്യാൻ ചെല്ലുന്നു എന്നൊരു എനർജി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പേജ് ഓഫ് പെൻഡാക്കളിൻ്റെ ഒരു കാർഡ് വന്നിട്ടുണ്ട്. ഇവിടെ പേജ് ഓഫ് പെൻഡാക്കൾ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തി ഈ ഒരു ടൈമിൽ, കുറച്ച് പേരുടെയെങ്കിലും വ്യക്തികൾ ഈ ഒരു ടൈമിൽ പല കാര്യങ്ങളും മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അവർക്ക് മാനിഫെസ്റ്റേഷൻ അറിയില്ലായിരിക്കാം, പക്ഷെ അവർ ഈ ഒരു ടൈമിൽ വളരെ പോസിറ്റീവായിട്ടിരിക്കുന്നു. ലൈഫിൽ ഒന്നും ഇല്ലെങ്കിൽ പോലും എല്ലാം അവർ ലൈഫിൽ നിന്ന് നേടിയെടുക്കും. അവർ ഈ ഒരു പ്രപഞ്ചത്തിൽ അവർ ഏതെങ്കിലും ദൈവത്തിന് അവർക്ക് വിശ്വാസമുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു ദൈവത്തിൽ അടിയുറച്ച വിശ്വാസം തന്നെയാണ് കേട്ടോ. 100% അതെനിക്ക് പറയാൻ പറ്റും. കാരണം അവർ ഈ ഒരു ടൈമിൽ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി തന്നെ നിൽക്കുന്നു. അവരുടെ ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റീസ്, അതുപോലെ അവരുടെ ലൈഫിലെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ, നിങ്ങളെ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും അവർക്ക് നേടിയെടുക്കണം എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കേട്ടോ. അപ്പം ഇതൊക്കെയായിരുന്നു നിങ്ങളുടെ വ്യക്തികളുടെ എനർജി എന്ന് പറയുന്നത്. റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, റെസനേറ്റ് ആവാത്ത കാര്യങ്ങളെല്ലാം വിട്ട് കളയുക. നെഗറ്റീവുകളൊന്നും തന്നെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യേണ്ട, പോസിറ്റീവിനെ മാത്രം നിങ്ങൾ ക്ലെയിം ചെയ്യുക. ലൈഫിലെ എല്ലാ കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്തുകൊണ്ട് ഓം നമഃ ശിവായ.